കോവിഡ് കാലത്ത് നമ്മൾ കേട്ട ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത അമേരിക്കയിൽ നിന്നായിരുന്നു. 60 വയസ്സ് പിന്നിട്ടവർക്ക് കോവിഡിനുള്ള ചികിത്സ നിഷേധിക്കുന്നു എന്നായിരുന്നു ആ വാർത്ത. വയസ്സായവരെ ഒരു നാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ആ നാട്ടിലെ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങുന്ന ദാരുണമായ കാഴ്ച. ഇതിപ്പോൾ എന്തിനാണ് ഇവിടെ പറയുന്നതെന്നല്ലേ? ഇന്ന് വേറൊരു വാർത്തയുണ്ട്. ഇന്ന് മുതൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപ ക്ഷേമ പെൻഷന്റെ അപേക്ഷകൾ വിതരണം ചെയ്തു തുടങ്ങി. ഒറ്റ വാക്കിൽ ഇത് രണ്ടും തമ്മിൽ ബന്ധമൊന്നും ഇല്ലെങ്കിലും ഒന്നും കൂടി ആലോചിച്ച ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഏറ്റവും അധികം ബന്ധമുള്ള 2 വാർത്തകളായിരിക്കും ഇത്. ഒരിടത്ത് ഇത്രയും നാൾ ആ രാജ്യത്തിന് വേണ്ടി പണിയെടുത്ത് അവരുടെ നല്ല കാലം മുഴുവൻ ആ രാജ്യത്ത് ചെലവഴിച്ച് ജീവിച്ച് പ്രായമായവർ ഇനി അവരെ കൊണ്ട് ഒരു ഉപയോഗമില്ല എന്ന് പറഞ്ഞ് ജീവൻ നിലനിർത്താൻ പോലുമുള്ള സഹായം നൽകാതിരിക്കുന്നു. മറ്റൊരിടത്ത് കുടുംബത്തിനും സമൂഹത്തിനും സ്ത്രീകൾ നൽകുന്ന സംഭാവന അംഗീകരിച്ച് അവർക്ക് അംഗീകാരം നൽകാൻ ആ നാട്ടിലെ സർക്കാർ തയ്യാറാകും. LDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ സ്ത്രീകൾക്കുള്ള ക്ഷേമ പെൻഷൻ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് മുതൽ അപേക്ഷാ ഫോമുകൾ സ്ത്രീകൾക്ക് ലഭിക്കും. മറ്റേതെങ്കിലും സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ അംഗമല്ലാത്ത പാവപ്പെട്ട സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിലുള്ളവർക്കും പ്രതിമാസം 1000 രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലെത്തും. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി. 600 രൂപ പെൻഷൻ മാസങ്ങളും വർഷങ്ങളും കടന്ന് കുടിശ്ശികയാകുന്ന UDF കാലമല്ല. കൃത്യമായി പെൻഷൻ എത്തുന്ന, എല്ലാവർക്കും ഭക്ഷണവും പാർപ്പിടവുമുള്ള, സമൂഹത്തിലെ ഒരു വിഭാഗവും ഒഴിവാക്കപ്പെടാത്ത ക്ഷേമകാലം. ക്ഷേമ പെൻഷൻ അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി. ഇന്നത് 2000 രൂപയാണ്. കൂടാതെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന അഭ്യസ്ത വിദ്യരായ യുവാക്കൾക്ക് 1000 രൂപ നൽകുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്. ഇപ്പോഴിതാ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി മറ്റൊരു സാമൂഹ്യക്ഷേമ പദ്ധതികളിലും ഭാഗമല്ലാത്ത 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗക്കാർക്കും പ്രതിമാസം 1000 രൂപ. K-സ്മാർട്ട് വെബ്സൈറ്റ് വഴി തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. മഞ്ഞയോ പിങ്കോ റേഷൻ കാർഡ് ഉടമകളായിരിക്കണം അപേക്ഷിക്കേണ്ടത്. പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം. ഇതൊന്നും ഇല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആയാലും മതി. ബാങ്ക് അക്കൗണ്ട് വിവരം, IFSC കോഡ്, ആധാർ വിവരം എന്നിവയും സമർപ്പിക്കണം. സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന ഉൾപ്പെടുത്തണം. ആനുകൂല്യം ലഭിക്കുന്നതിന് തടസ്സമുണ്ടാകാതിരിക്കാൻ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത വാർഷിക മസ്റ്ററിംഗ് നടത്തണം. 31.34 ലക്ഷം സ്ത്രീകൾക്കാണ് സഹായം ലഭിക്കുക. വർഷം 3800 കോടി രൂപയാണ് സർക്കാർ ചെലവിടുന്നത്. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു പദ്ധതി. നിലവിൽ സംസ്ഥാനത്ത് 62 ലക്ഷം പേർക്കാണ് എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. സ്ത്രീകൾക്കും ട്രാൻസ് വനിതകൾക്കും സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ധനസഹായം വെറും ഒരു പദ്ധതിയല്ല, തങ്ങളുടെ കുടുംബത്തിനും വീടിനും വേണ്ടി അവർ മാറ്റിവെച്ച സമയത്തിനുള്ള ഒരു അംഗീകാരമാണ്. ആ കുടുംബത്തിന് വേണ്ടി വിദ്യാഭ്യാസവും തൊഴിലുമൊക്കെ വേണ്ടെന്ന് വെച്ച് അവരെടുത്ത ധീരമായ തീരുമാനത്തിലുള്ള പ്രതിഫലമാണ്. സ്ത്രീപക്ഷം എന്നത് വെറും ഒരു തലക്കെട്ടല്ല, മറിച്ചൊരു നിലപാടാണ് എന്നൊരു സർക്കാരിൻ്റെ പ്രഖ്യാപനമാണ്.